ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു 3 ഫേസ് കണക്ഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മീറ്റർ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാഥമിക വയറിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് അത്ര വലിയ സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു വയറിങ്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ 6-ൻ്റെ കേബിളാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനൊക്കെ നമ്മൾ ഹീറ്റ് സ്ലീവ് എന്ന് പറഞ്ഞിട്ടൊരു സ്ലീവ് ഇടുന്നുണ്ട്. അപ്പോൾ ആ ഹീറ്റ് സ്ലീവ് ഇട്ടതിന് ശേഷം നമ്മളിതൊന്ന് ഹീറ്റാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗുണം വേറെ തന്നെയാണ്. അപ്പോൾ അത് ഹീറ്റാക്കി കഴിഞ്ഞാൽ അത് ശരിക്ക് മെൽറ്റാകുകയല്ല, ഒരു സോഫ്റ്റായിട്ട് ഇതിലേക്ക് കറക്റ്റ് നമ്മൾ ഇൻസുലേഷൻ, വയറിൻ്റെ ഇൻസുലേഷനിലേക്ക് ഒട്ടി കറക്റ്റ് പിടിക്കുന്നുണ്ട്. പിന്നെ എല്ലാ കേബിളുകളും നമ്മൾ ബൂട്ട് ലെഗ് ചെയ്യുന്നുണ്ട്, ക്രിമ്പിങ് ചെയ്യുന്നുണ്ട്. അതിനായിട്ടുള്ള ലെഗുകളും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ മേടിച്ചിട്ട് അത് നമ്മളെ വർക്കിൻ്റെ ഒരു കൂടെ ചെയ്ത് കൊടുക്കുന്നൊരു പരിപാടിയാണ്. വേണമെങ്കിൽ നമുക്കതിൻ്റെ പൈസ ഈടാക്കാം, അല്ലാതിരിക്കാം. പക്ഷേ നമ്മളൊക്കെ ഒന്ന് എടുത്ത് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഒരു ക്വാളിറ്റി തോന്നി. നമ്മൾ പ്രൊഫഷണലി ഒരു വർക്കിനൊരു ഗുണനിലവാരം കണ്ടപ്പോൾ നമ്മളത് കുറച്ച് ബൾക്ക് ക്വാണ്ടിറ്റി എടുത്തിട്ടിപ്പോൾ ഇതിങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ ഇത് നന്നായി ചെയ്യും. പക്ഷേ ഈ സ്ലീവ്, ഈ സാധാരണ ഞാൻ ചെയ്തിരുന്നത് പ്ലാസ്റ്റിക് സ്ലീവുകൾ വെറുതെ ഇടുകയായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. പക്ഷേ പിന്നീടാണ് ഈ ഹീറ്റ് സ്ലീവിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. അപ്പോൾ മാക്സിമം നമ്മൾ ഹീറ്റ് സ്ലീവ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു വൃത്തി ഉണ്ടാവും. പിന്നെ വൃത്തിനെക്കാട്ടി നമ്മൾ ഇതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതിൻ്റെ സേഫ്റ്റിക്കാണ്. അതായത് ഇൻഡക്റ്റീവായിട്ടുള്ള വലിയ ഹെവി ലോഡുകളൊക്കെയാണ് വരുന്നത് വെച്ചാൽ, നമ്മളെ ലൂസ് കോണ്ടാക്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴും, അതേമാതിരി ഫ്യൂസ് കാരിയറിൻ്റെ അടുത്ത് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ നല്ല ഹീറ്റാവും. അപ്പോൾ ആ ഹീറ്റായി കഴിയുമ്പോൾ ആ വയർ അവിടെ മെൽറ്റാവും, ഇൻസുലേഷൻ ഉരുകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഒരു പരിധി വരെയൊക്കെ നമുക്ക് അതിൽ നിന്നൊക്കെ നമുക്ക് ഇത് ഈ സ്ലീവ് ഇട്ട് അതേമാതിരി ബൂട്ടിലൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു പരിധി വരെ റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പഴയ ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മൾ ഇത് കാണിച്ചതാണ്, ഈ ലൈറ്ററും ഗ്യാസ് ലൈറ്ററും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചെയ്യുമ്പോൾ വീണ്ടും നമ്മളിങ്ങനെ ഓരോരോ മെത്തേഡുകൾ മാറ്റി ചെയ്യുമ്പോൾ ഇതും കൂടി കൂട്ടി പറയുന്നുള്ളൂ. അപ്പോൾ ഇത് ഐ കണക്ടറാണ്, ആ ബൂട്ട് ലെഗാണ്. അത് കൂടാതെ തന്നെ നമ്മൾ ഹീറ്റ് സ്ലീവ് ഇതിപ്പോൾ ഒരു കളറിലാണ്. ഒരു കളർ നമ്മൾ ഷോപ്പിൽ നിന്ന് അവരോട് പറഞ്ഞു വരുത്തി നമുക്കായിട്ടൊരു 25 മീറ്റർ അവർ കൊണ്ടു തന്നതാണ്. അതായത് വലിയ ഷോപ്പുകളൊക്കെയാണ്, പക്ഷേ ഒരു ഹീറ്റ് സ്ലീവ് വരെ എൻക്വയറി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ ആളുകൾ എൻക്വയറി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർ സാധനം കൊടുന്ന് വെക്കുള്ളൂ. അത് ചിലവ് കൂടുതലുള്ള സാധനം, ചിലവ് കുറവുള്ള സാധനമാണെങ്കിൽ കൊണ്ടുവന്ന് വെക്കില്ല, എൻക്വയറി കുറവാണെങ്കിൽ കൊടുന്ന് വെക്കൂല. അതാണ് കടക്കാര അവസ്ഥ. അപ്പോൾ കടയിൽ മാക്സിമം നമുക്ക് ഏറി വന്നാൽ ആ സാധാരണ സ്ലീവാണ് കിട്ടുക. അപ്പോൾ ഹീറ്റ് സ്ലീവൊക്കെ നമ്മൾ പ്രത്യേകം പറയേണ്ടി തന്നെ വരും. പിന്നെ ഇതുപോലുള്ള ക്രിമ്പിംഗ് സോക്കറ്റുകളൊക്കെ കിട്ടും കേട്ടോ, നല്ല അവൈലബിളായിട്ട് എല്ലാ ഷോപ്പുകളിലും ഇലക്ട്രിക് ഷോപ്പുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ക്രിമ്പ് ചെയ്യുന്നത് വെച്ചാൽ ന്യൂട്രലിങ്കാണ്. ന്യൂട്രലിങ്ക് ആണല്ലോ എല്ലായിടത്തും പ്രശ്നം. എവിടെയും നമ്മൾ കാണുന്നത് ന്യൂട്രലിങ്ക് കരിഞ്ഞതായിട്ടാണ്, ന്യൂട്രലിൻ്റെ വയറ് കത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മളൊന്ന് വ്യത്യസ്തമായിട്ടൊന്ന് മാറ്റി ചെയ്ത് നോക്കുകയാണ്. ലെഡിൽ ഒന്ന് സോൾഡർ ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് പറ്റുക എന്നുള്ളത് ലെഡിൽ സോൾഡർ ചെയ്തിട്ട് ഒരു പരീക്ഷണം. അപ്പോൾ മാക്സിമം നല്ല ടൈറ്റ് ആക്കിയിട്ട് എല്ലാം ഹീറ്റ് സ്ലീവ് ഇട്ടിട്ട് ഹീറ്റാക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ഹീറ്റാക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻറ്റ് തോന്നുന്നുണ്ട് നമ്മളെ വർക്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് വീണ്ടും ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. അതേമാതിരി ഒരു കണക്ടറുണ്ട്, ആ കണക്ടറിൽ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും ആ കണക്ട് ചെയ്യുന്നതിലും തന്നെ ഒരു ന്യൂട്രൽ ലിങ്ക് നമ്മൾ സെപ്പറേറ്റ് MCB റെയിലൊക്കെ വെക്കുന്ന ടൈപ്പ് ആ ലിങ്കാണ്, നമ്മളെ DBയിലൊക്കെ വരുന്നതാണത്. അപ്പോൾ നമ്മൾ ഇതിലേക്കായിട്ട് സെപ്പറേറ്റ് ഉപയോഗിച്ചെന്നുള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലിങ്കാണ്. അപ്പോൾ ഇതിവിടെ നമ്മളൊരു ലിങ്ക് കൊടുക്കുന്നത്, നമുക്ക് ഇവിടെ വേറെ ഒന്നുമില്ല, ഒരു ക്രിമ്പിങ് ചെയ്യുന്ന ഹൈഡ്രോളിക് ക്രിമ്പ് ചെയ്യുന്ന ഒരു മെഷീൻ ഫിറ്റാക്കണം. അപ്പോൾ അതിന് 3 ഫേസ് കണക്ഷൻ വേണം.
അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുകയാണ്. അല്ലാതെ വലിയ ഇൻഡസ്ട്രിയൽ പർപ്പസായിട്ട് വലിയ വ്യാപകമായിട്ട് ചെയ്യുന്നൊരു ഇതല്ല. അതാരും തെറ്റിദ്ധരിക്കരുത്. കാരണം അതിനൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ മുൻകരുതലുകളും അതിൻ്റേതായിട്ടുള്ള സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും കൂടുതൽ സാധനങ്ങൾ വരും, വയറുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു ഇൻഡസ്ട്രിയൽ പർപ്പസ് വലിയ വയറിങ്ങായിട്ട് ഒരിക്കലും നിങ്ങൾ കരുതണ്ട. അത് ജസ്റ്റ് ഒരു മോട്ടോർ വെക്കാനുള്ള ഒരു പർപ്പസ് മാത്രമാണ്. നമ്മളൊരു 63 ആംപിയറിൻ്റെ ഒരു MCB 4 MCB ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വയറുകളൊക്കെ നമ്മൾ 2 സൈഡും ഈ പറഞ്ഞ മാതിരി ബൂട്ട് ലെഗും ഹീറ്റിംഗ് സ്ലീവ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചെയ്യുന്ന ആ ഒരു വർക്കിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളെ കയ്യിലുള്ള സാധനങ്ങളെ ഒരിക്കലും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയല്ല. അതായത് ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ക്വാളിറ്റി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഈ ക്രിമ്പിംഗ് ടൂളിലൊക്കെ കുറഞ്ഞ വിലയുള്ളൂ. ഏറ്റവും ഏകദേശം 650-700 രൂപയെ ക്രിമ്പിംഗ് ടൂളിനുള്ളൂ. പിന്നെ അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. 3000, 3500, 4000 രൂപയൊക്കെ വില വരുന്നുണ്ട്. അതേമാതിരി നമ്മൾ ഈ സ്റ്റിപ്പറും കട്ടറും കൂടിയാണത്. അതും ഏകദേശം ഒരു 1000 രൂപേൻ്റെ താഴെ വരുന്ന സാധനങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ നമുക്ക് നല്ല ഒരു പൈസ വരും. അപ്പോൾ പ്രൊഫഷണലായിട്ട് നമുക്ക് ചെയ്യാനുള്ള ടൂൾസുകൾ വില കുറച്ചിട്ടും നമുക്ക് മാർക്കറ്റിൽ കിട്ടും. പക്ഷേ നമുക്കത് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കുക. ഓട്ടോമാറ്റിക്കലി നമുക്ക് വർക്ക്, നിങ്ങൾ എവിടെയും വർക്ക് ആരെടുത്ത് നിങ്ങൾ ചോദിച്ചു പോകേണ്ട ആവശ്യമില്ല. നിങ്ങളെ വർക്കിൻ്റെ, നിങ്ങൾ ചെയ്യുന്ന വർക്കിന് ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ തേടി എന്തായാലും വർക്കുകൾ വരും. അതിന് നിങ്ങൾ ആരുടെ അടുത്ത് പോയിട്ടും നിങ്ങൾ വർക്ക് ബാർഗെയിൻ ചെയ്ത് മേടിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങളിലൊരു സ്കില്ലുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫോളോ ചെയ്ത് പോയാൽ തന്നെ മതി. കോംപ്രമൈസ് ക്വാളിറ്റിയിൽ, അത് വർക്കിലായാലും മെറ്റീരിയലായാലും ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസിന് നിൽക്കരുത്. 1-2 വർക്കുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അത് വിചാരിച്ചിട്ട് നിങ്ങൾ ക്വാളിറ്റിയിൽ ഒരിക്കലും നിങ്ങൾ കോംപ്രമൈസിന് നിൽക്കരുത്. ക്വാളിറ്റി കുറച്ചുള്ള ഒരു വർക്കും നിങ്ങൾ ചെയ്തു കൊടുക്കരുത്. പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ ഫീൽഡ്, നമ്മൾ ഈ ഇലക്ട്രിക്കൽ ഫീൽഡിൽ നമ്മൾ എന്തെങ്കിലും ക്വാളിറ്റി കുറച്ച് വർക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക്കലാണ്, എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരാളെ ജീവനും കൊണ്ടേ പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ചെയ്യുന്നത് വലിയ വർക്കാണെങ്കിലും താഴെ തട്ടിലുള്ള ആളുകളെ വർക്കാണെങ്കിലും ഹൈ ലെവലിലുള്ള ആളുകളെ വർക്കാണെങ്കിലും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസിനും നിങ്ങൾ തയ്യാറായത്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉടനെ ക്ലൈൻറ്റ് പറയും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, അത് ഇവരാണ് ചെയ്തത്. അപ്പോൾ ഇവർക്ക് ഇതിനെക്കുറിച്ച്, ഇവരാണ് നമ്മളോട് ഇത് ഇന്ന മാതിരി കുറച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞത് എന്ന് അവർ പറയും. എന്നുവെച്ചാൽ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ക്വാളിറ്റി കുറച്ച് ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കും, ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഇലക്ട്രീഷ്യന്മാർ ഞാൻ ഏറ്റെടുക്കുന്നു നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ക്വാളിറ്റി ഉള്ള സാധനം എടുത്ത് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ മാക്സിമം, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വർക്കുകൾ കിട്ടും. ഒരു 10 വർക്കോ 15 വർക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അത് 2-3 ഒക്കെ നമുക്ക് നഷ്ടപ്പെടും. കോമ്പറ്റീഷൻ ഇപ്പോൾ ഈ ഫീൽഡിൽ ഭയങ്കര കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലൈൻറ്റ് ഏറ്റവും വില കുറച്ച് പറയുന്ന ആൾക്കാണ് ഇപ്പോൾ ഇത് കൊടുക്കുന്നത്, വർക്ക് കൊടുക്കുന്നത്. അതായത് വർക്കിന് ആരിട്ടാലും ഇപ്പോൾ സ്വിച്ച് കത്തും. അപ്പോൾ ക്ലൈൻറ്റിനെ സംബന്ധിച്ച് സ്വിച്ച് കത്തുക എന്നുള്ളതാണ്. അല്ലാതെ അവിടെ വർക്കിൻ്റെ ക്വാളിറ്റി, അതേമാതിരി വർക്കിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇതിൻ്റെ ഒന്നും ആവശ്യം ക്ലൈൻറ്റിന് അറിയേണ്ടതില്ല. അപ്പോൾ ക്വാളിറ്റി എത്രത്തോളം ലേബർ കുറയ്ക്കാൻ പറ്റുന്നോ ആ ലേബർ കുറയ്ക്കുന്ന ആൾക്കാണ് ഇപ്പോൾ വർക്ക് കൊടുക്കുന്നത്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ എത്ര ലേബർ കുറച്ചെടുത്താലും നിങ്ങളെ ക്വാളിറ്റിയിൽ ഒരിക്കലും നിങ്ങൾ കുറയ്ക്കാതിരിക്കുക. ലേബർ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നഷ്ടപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ അതിലേക്കും പോകാതിരിക്കുക. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ നമ്മളെ ഈ വർക്കിൻ്റെ ഒരു ക്വാളിറ്റി അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത്. അത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും, എനിക്കും ചെയ്യാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യരുതെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു ഓർമ്മപ്പെടുത്തൽ വീഡിയോ മാത്രമാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുക. അതുവരേക്കും ഗുഡ് ബൈ.